NDRF സംഘം എത്തിയിരിക്കുകയാണ്. തോട്ടിൽ വീണ തൊഴിലാളിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ആഷിക്ക് ചേരുകയാണ്. ആഷിക്ക്, NDRF സംഘം എത്തിക്കഴിഞ്ഞു. ഇനി ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്? അല്പനേരം മുമ്പാണ് ആമേഴഞ്ചാൻ തോടിൽ കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള പ്രത്യേക NDRF സംഘം, ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട അംഗങ്ങൾ ഏതാണ്ട് 12 മണിയായപ്പോഴേക്കും ഇവിടെ എത്തിച്ചേരുകയായിരുന്നു. പ്രത്യേകമായി തയ്യാറാക്കിയ സജ്ജീകരണങ്ങളോടെയാണ് സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ തുരങ്കത്തിനുള്ളിലേക്ക് കടക്കാനും അവിടെ നിന്നുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങളടക്കം പകർത്തി രക്ഷാപ്രവർത്തനത്തിനെ വീണ്ടും കൂടുതൽ ദ്രുതഗതിയിലാക്കാനുമുള്ള സംവിധാനങ്ങളുമായിട്ടാണ് ഈ NDRF സംഘം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ആശാവഹമായ കാര്യം. NDRF സംഘത്തിനൊപ്പം ജില്ലാ കളക്ടർ ജെറമിക് ജോർജും അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. മേയറിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ അധികാരികളും ഇവിടെ ഉണ്ട്. വലിയ അത്യാധുനിക സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന പ്രത്യേക സംവിധാനങ്ങൾ അടക്കം എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് NDRF ഏറ്റെടുക്കുന്നത്. NDRF ഈ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ ഉടനടി തന്നെ ഈ കാണാതായ ആളെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. മുൻപ് തന്നെ NDRF സംഘം എത്തുന്നതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദ്രുതഗതിയിലാകും എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിൽ വലിയ അത്യാധുനിക സംവിധാനങ്ങളോടെ, റോബോട്ടിക് സംവിധാനങ്ങളോടെയാണ് NDRF സംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പ്രത്യേക വലിയ ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സംഘമാണ് NDRF. അവരുടെ ഒരു പ്രത്യേകമായി തയ്യാറാക്കിയ ടീമാണ് ഇപ്പോൾ ആമേഴഞ്ചാലിലും കാണാതായ ജോയിയെ കണ്ടെത്താനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് അവർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതകളാണ്. അതിൽ റോബോട്ടിക് ഈ ക്യാമറകൾ ഘടിപ്പിച്ച റോബോട്ടുകൾ, തുരങ്കത്തിനുള്ളിലേക്ക് കടന്ന് ക്യാമറകൾ ഘടിപ്പിച്ച റോബോട്ടുകൾ ഉള്ളിലേക്ക് പോവുകയും അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തി ഏത് തരത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് വിലയിരുത്തുകയും ചെയ്യും. അതിനുശേഷം കൂടുതൽ ആളുകൾ തുരങ്കത്തിനുള്ളിലേക്ക് പോകണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതാണ് ആദ്യഘട്ടമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റോബോട്ട് തുരങ്കത്തിനുള്ളിലേക്ക് പോകുവാൻ വേണ്ടി ഉള്ളതാണ്. അതിൽ പ്രത്യേകമായി ഘടിപ്പിച്ച ഫാനുകളടക്കം വെള്ളത്തിലൂടെ ചലിക്കാനും മുൻപോട്ടും പിൻപോട്ടും ചലിക്കാനുള്ള സംവിധാനങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറയുമുണ്ട്. ആ ക്യാമറ വഴി തുരങ്കത്തിനുള്ളിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അത് മുഖേന അടുത്ത ഘട്ടം, രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നാം ഇപ്പോൾ അറിയുന്നത്. അതിലേറ്റവും NDRF സംഘം രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സാങ്കേതിക വിദ്യയുടെ ഗുണകരമായ ഉപയോഗപ്പെടുത്തലാണ്. പ്രത്യേകിച്ചും ദുരന്തമുഖങ്ങളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വലിയ വിജയം കൈവരിച്ചിട്ടുള്ള ഒരു സംഘമാണ് NDRF എന്ന് തന്നെ പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്നാണ് അല്പനേരം മുമ്പ് ആമേഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കാൻ NDRF സംഘം എത്തിയത്. NDRF സംഘം സംഭവ സ്ഥലത്ത് എത്തി. രക്ഷാപ്രവർത്തനത്തിന്റെ കൂടുതൽ ഇനിയും രക്ഷാപ്രവർത്തനത്തിൽ മേൽനോട്ടം വഹിക്കാൻ NDRF സംഘം കൂടി എത്തിയപ്പോൾ എത്രയും വേഗം തന്നെ ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രത്യാശയാണ് NDRF സംഘത്തിനും ഉള്ളത്. ആഷിക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ തോടിനുള്ളിലേക്ക്, കാനയിലുള്ളിലേക്ക് പോയി കഴിഞ്ഞ് അവിടുത്തെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ആധുനിക തരത്തിലുള്ള ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ള റോബോട്ട് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിലൂടെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ ക്യാമറ ഈ തുരങ്കത്തിലേക്ക്, അതായത് ഈ മാൻഹോളിലേക്ക് കടത്തിവിടുകയും അതിലൂടെ രക്ഷാപ്രവർത്തനം നടത്താമെന്ന ഉള്ളൊരു പ്ലാൻ ആണ് ഇപ്പോൾ, പദ്ധതിയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്നവർക്കുള്ളത്. 12 മണിക്കൂർ തിരച്ചിൽ പിന്നിട്ടു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഈ അത്യാധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ അടങ്ങുന്ന ഉപകരണങ്ങൾ കൂടിയാണ് NDRF എത്തിയത്. അതായത് ഇപ്പോൾ 2 റോബോട്ടുകളാണ് ഈ മേൽനോട്ടത്തിനായി, അതായത് ഈ തെരച്ചിലിനായി ഉള്ളത് എന്നാണ് എടുത്തു പറയേണ്ടത്. ഉടൻ തന്നെ ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർക്കും ഒപ്പം തന്നെ ഈ തെരച്ചിൽ നടത്തുന്ന ആളുകൾക്കും ഉള്ളത്. രാവിലെ തുടങ്ങിയ തെരച്ചിൽ, അതായത് 12 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആഷിക്ക് ഇപ്പോൾ അവിടെ നിന്നും ചേരുകയാണ്. ആഷിക്ക് നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പത്തനംതിട്ടയിൽ നിന്ന് എത്തിയ NDRF സംഘം കൊണ്ടുവന്ന ഈ ആധുനിക തരത്തിലുള്ള റോബോട്ട് കൂടെ എത്തുമ്പോൾ അത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ തന്നെ ജോയി കണ്ടെത്താൻ പെട്ടെന്ന് തന്നെ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണോ ഇപ്പോൾ ദൗത്യ സംഘത്തിനുമുള്ളത്? മറ്റു വിവരങ്ങൾ
തീർച്ചയായും ഈ റോബോട്ടിക് സംവിധാനങ്ങളുടെ ഉപയോഗം ജോയിയെ കണ്ടെത്താൻ കൂടുതൽ ഉപകാരമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. NDRF സംഘത്തിനൊപ്പം ഈ റോബോട്ടിക്സിന്റെ പ്രത്യേക സംഘവുമുണ്ട്. അതിലൊരു അംഗം നമ്മളോടൊപ്പം. ഏത് തരത്തിലുള്ള ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ എങ്ങനെയായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത് രക്ഷാപ്രവർത്തനം? ആക്ച്വലി ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂണിറ്റ് അല്ല. നമ്മൾ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുകൂടാതെ റിഫൈനറി ടാങ്കുകൾ ക്ലീൻ ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള യൂണിറ്റുകളാണ്. അതിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ ടീം എല്ലാവരും ഉണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ ജനറൽ ബോർഡ്സിൽ എല്ലാവരും ഉണ്ട്. ദേ കെയിം ബാക്ക് ആൻഡ് ദേ കസ്റ്റമൈസ്ഡ് ഇറ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ പർപ്പസ്. ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ഇതിനിപ്പോൾ മാറ്റിയെടുത്തൊന്ന് ട്രൈ നോക്കുകയാണ്. നിങ്ങൾ NDRF സംഘത്തിന്റെ കൂടെ ഉള്ളവരാണോ അതോ? അല്ല, ഞങ്ങളൊരു സ്റ്റാർട്ടപ്പാണ്, കേരള ബേസ്ഡ് ഒരു സ്റ്റാർട്ടപ്പാണ്, ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് റിഫൈനറിയിലൊക്കെ ഡീസ്ലഡ്ജ് ചെയ്യുന്ന, ഈ അടിയിൽ നിന്ന് മഡ് എടുക്കുന്ന, ക്രൂഡ് ഓയിലിൻ്റെ വേസ്റ്റ് എടുക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ഒരു റോവറാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാനും അതനുസരിച്ച് റിഫൈനറി രീതിയിലുള്ള എൻവയോൺമെൻറ്റിൽ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു എൻവയോൺമെൻറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികളിൽ നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ നോക്കുകയാണ് സിറ്റുവേഷൻ. തീർച്ചയായും വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോഴും അതിന് പരിമിതി, രക്ഷാപ്രവർത്തനത്തിനായി അത് ഉപയോഗിക്കുന്നതിൽ പരിമിതിയുണ്ട് എന്നാണ് NDRF സംഘത്തിനൊപ്പം എത്തിയ റോബോട്ടിക് വിദഗ്ധർ നമ്മളോട് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കിയ റോബോട്ടിക് സംവിധാനങ്ങളല്ല ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. മറ്റ് പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അത് ഈ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദ്രുതഗതിയിലാക്കാൻ സഹായിക്കും എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. NDRF സംഘത്തിനൊപ്പം എത്തിയ പ്രത്യേക റോബോട്ടിക് സംഘമാണ് ഇതിൻ്റെ നേതൃത്വം നൽകുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഈ റിഫൈനറികളിലും മറ്റും തുരങ്കത്തിനുള്ളിലൂടെ കടന്നുപോയി അതിനുള്ളിലെ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ റിഫൈനറികളിലും മറ്റും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഈ താമിഴഞ്ചൻ തോടിനുള്ളിൽ ഏതാണ്ട് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങുന്ന ഭാഗം തൊട്ട് അങ്ങോട്ട് തുരങ്ക സമാനമായ രീതിയിലാണ് ഈ തോട് ഒഴുകുന്നത്. അതുകൊണ്ട് അതിൽ വലിയ വേസ്റ്റിൻ്റെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. ഇതിനുള്ളിലേക്ക് മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരവസ്ഥയായതിനാൽ തന്നെ യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ, ക്യാമറ ഘടിപ്പിച്ച യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ ഉള്ളിലെത്തി അതിലെ സ്ഥിതിഗതികൾ എന്താണ് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുവാനുമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ രാവിലെ തന്നെ സ്കൂബ ടീം ഉള്ളിലേക്ക് കടന്നപ്പോൾ മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയാത്ത, ഒരുപക്ഷെ അവർ അതിനുള്ളിലേക്ക് കൂടുതൽ അകത്തേക്ക് പോയാൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലമുള്ളതിനാലാണ് അവർ ദൗത്യം ഉപേക്ഷിച്ച് ഏതാണ്ട് 40 മീറ്ററോളം ഉള്ളിലെത്തിയതിനു ശേഷം തിരിച്ചു മടങ്ങി വരുന്നത്. അതിനുള്ളിൽ കൂടുതൽ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ തുടരണം. ഈ സമഗ്ര വിവരങ്ങൾ ആഷിഖിൽ നിന്നും അറിയേണ്ടതുണ്ട്.